മുതലാളി വന്നു കയറിയ പിന്നെ എങ്ങനാ ചെലവ് കൂടാതിരിക്കുന്നെ? തൊട്ടനെ പിടിച്ചതിനെ എല്ലാം ക്യാഷ് അങ്ങ് വാരി വിതറുമല്ലേ. പണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ എന്തോരം കാര്യം ചെയ്യായിരുന്നു. ഇപ്പൊ ഒന്ന് തട്ടി മുട്ടിയൊക്കെ ജീവിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2.25 കോടിയെങ്കിലും വേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങളൊക്കെ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. അതേത് മാസം? സ്വന്തമായ ഒരു മണിമാളികയും അതിലൊരു മുഖ്യമന്ത്രി കസേരയും വരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ടീംസാണ്. പിന്നെ ആശാന് പണ്ടേ കസേരയോട് എന്തോ ഒരു ഇഷ്ടമാണ്. സുരേന്ദ്രൻജിയുടെ ഭരണകാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയായിരുന്നു ചെലവ്. അതാണിപ്പോൾ കുതിച്ചുയർന്നിരിക്കുന്നത്. കൂടുതൽ ചെലവാണെന്നുള്ളൊരു സുരേന്ദ്രൻജി അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 35 കോടി രൂപയായിരുന്നു. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ജിയുടെ ദൂരത്തിനെതിരെ ഓഫീസ് സെക്രട്ടറിയും ട്രഷററും BJP ദേശീയ നേതൃത്വത്തോട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അല്ല, ജി ഈ കാശൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? മറ്റ് ജികൾ അറിയാതെ ജി ഈ കാശൊക്കെ എന്തോ ചെയ്യുവാണോ എന്തോ? അതോ ഇനി ഫ്രണ്ട്സ് എല്ലാം കൂടെ അറിഞ്ഞിട്ടാണോ ഈ മുക്കൽ? ഇങ്ങനെ പോയ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്നൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല.